അപ്പൊ എല്ലാവരുടെ ഹെയർ കെയർ ഒക്കെ എവിടം വരെ എത്തി. ബൈ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പൊ ഒരു ഹെയർ കെയർ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അബൌട്ട് മൈ ഹെയർ വാഷിംഗ് റൂട്ടീൻ, ഏതൊക്കെ പ്രൊഡക്ട്സ് ആയി യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, കറക്റ്റ് രീതിയിൽ ഞാൻ എങ്ങനെ ഹെയർ വാഷ് ചെയ്യണത് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുമ്പും കുറെ എപ്പിസോഡ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോയി കാണാൻ, എന്നാലും നിങ്ങൾക്ക് ഇതിനകത്ത് വല്ലതും മനസ്സിലാവുള്ളൂ. ആൻഡ് ഇന്നത്തെ നമ്മുടെ 6th എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നതാണ് അബൌട്ട് മൈ പോസ്റ്റ് ഹെയർ വാഷ് റൂട്ടീൻ. ജസ്റ്റ് ലൈക്ക് നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ മുമ്പ് എന്താ നോക്കുക? പ്രൊഡക്റ്റിന്റെ വില. നോ, നമ്മൾ ആദ്യം നോക്കാം നമ്മുടെ സ്കിൻ ടൈപ്പ് ആൻഡ് സ്കിൻ കൺസേൺ എന്താന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആൻഡ് സ്കിൻ കെയർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് നല്ല അടിപൊളി ബെനിഫിറ്റ്സ് കിട്ടണത്. അതുപോലെ തന്നെ ഹെയർ ടൈപ്പിനെ നമ്മൾ പറയും പൊറോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി എത്രമാത്രം പ്രൊഡക്ട്സിനെ ബിൽഡപ്പ് ആക്കണുണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്ട്സിനെ അബ്സോർബ് ചെയ്യണുണ്ടോ, അതിനാണ് പൊറോസിറ്റി എന്ന് പറയുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കുളിച്ച് വന്നിട്ട് നമ്മൾ ഒരു മുടി എടുക്കുക. ആ മുടി നല്ല ക്ലീൻ ഫ്രഷ് എണ്ണമയം ഒന്നുമില്ലാത്തതായിരിക്കണം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, ഹാർഡ് വാട്ടറോ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒന്നുമില്ല, നോർമൽ പച്ച വെള്ളം, കുടിക്കാൻ പറ്റിയ അവസ്ഥയായിട്ടുള്ള പച്ചവെള്ളമില്ല, യെസ്, അതിലേക്ക് ഈ മുടി ഇട്ട് കൊടുക്കുക. അരമണിക്കൂർ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നോക്കുക മുടി എന്താണ് കാണിച്ചു കൂട്ടണത്. 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുക മുടി ഏറ്റവും അടിയിൽ മുങ്ങിപ്പോയെങ്കിൽ അത് ഹൈ പൊറോസിറ്റി ആണ്. നടുക്കി കിടന്ന് ആടുകയാണെങ്കിൽ മീഡിയം പൊറോസിറ്റി, അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ മോളിൽ കിടന്ന് നീന്തുകയാണെങ്കിൽ ലോ പൊറോസിറ്റി. ദാറ്റ് മീൻസ് എന്റെ മുടി ലോ പൊറോസിറ്റി ആയിട്ടുള്ളതാണ്. ആൻഡ് ട്രസ്റ്റ് മീ, എപ്പം പോലെ എനിക്ക് മനസ്സിലായത് എന്റെ ലോ പൊറോസിറ്റി ഹെയർ ആണ്. അതിനനുസരിച്ച് ഞാൻ ഹെയർ കെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ എന്റെ ഹെയർ കെയർ ഗെയിം തന്നെ ചേഞ്ച് ആയിട്ടാ. ഓക്കെ, അപ്പൊ ഇവിടെ കുളിച്ച് വന്നതിന് ശേഷം എന്റെ മുടിയും സ്കാൽപ്പൊക്കെ ഇപ്പൊ ഒരു പതുക്കെ നനവുള്ള അവസ്ഥയിൽ ഈ ഒരു സമയത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും ഈ ഒരു സ്കാൽപ്പ് ടോണിക്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണ്ടത്തെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു ടോണിക് ഞാൻ അപ്പോഴും യൂസ് ചെയ്യായിരുന്നു. ഇപ്പൊ ഞാൻ വീണ്ടും ഇതിനെ എന്റെ ഹെയർ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തു. ആൻഡ് ഇത് കുറെ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യല്ല ടെന്നോ, ഇതിപ്പോ 1-1.5 മാസേ ആയിട്ടുള്ളൂ. ആൻഡ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത് എന്റെ ഹെയർ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് നല്ല കട്ടിയുള്ള മുടിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടതാണ് റോസ്മേരി. ആൻഡ് സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് നമുക്ക് വേണ്ടതാണ് കലോഞ്ചി എന്ന് പറഞ്ഞാൽ കരിഞ്ജീരകം. യെസ്, 2 ഇൻഗ്രീഡിയന്റ് ടോണിക് ആണ്. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഇത് രണ്ടുമേ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ വേറെ നല്ല ടോണിക്സും പറഞ്ഞുതരാട്ടെ. നല്ല നല്ല അടിപൊളി വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ഓരോരോ ടീസ്പൂൺ ആയിട്ടുള്ള മെഷർമെന്റ് ആട്ടോ ഞാൻ എടുത്തേക്കണം. അപ്പൊ 1 ടീസ്പൂൺ ഹിപ്ഡ് സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിനെ അടച്ചു വെക്കുകയാണ് ഫോർ ലൈക്ക് ഓവർ നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഒരു 5 to 10 hours വരെ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇത്ര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ കളർ ചേഞ്ച് ആയത് കണ്ട. റോസ്മാരി ആൻഡ് ബ്ലാക്ക് സീഡ് ഇല്ലെന്ന് വെച്ചാൽ കാര്യം ജീരകം അതിന്റെ എഫക്ട് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കൊണ്ട് നമ്മൾ അടങ്ങിയിരിക്കാൻ പോലില്ല, നമ്മളിതിനെ തിളപ്പിക്കും. വെറുതെ ഡയറക്റ്റ്ലി അങ്ങോട്ട് ഗ്യാസിൽ വെച്ചിട്ട് ചായ തിളപ്പിക്കുന്ന പോലെ അല്ല നമ്മൾ തിളപ്പിക്കാൻ പോണത്. നമ്മളിവിടെ ഡബിൾ ബോയിലർ പ്രോസസ്സ് വെച്ചിട്ടാണ് തിളപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്, പിന്നെ ചുറ്റും വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നടുക്കില മെയിൻ ബൗളിലാണ് നമ്മുടെ ആ ഒരു ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ച റോസ്മേരി ആൻഡ് കലോഞ്ചി അലോങ് വിത്ത് ആ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യം ഞാൻ എന്താ ചെയ്യാ, ഫുൾ ഫ്ലെയിമിൽ ആ ചുറ്റുമുള്ള വെള്ളമില്ലേ വെട്ടി തിളക്കണ വരെ മാത്രം വെക്കും. എന്നിട്ട് എപ്പോഴാണ് അത് വെട്ടി തിളച്ച് തുടങ്ങുന്നത് അപ്പൊ തന്നെ ലോ ഫ്ലെയിമില് ആദ്യം 10 മിനിറ്റ് വരെ തിളക്കാനായിട്ട് കൊടുക്കൂട്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ബിക്കോസ് വെള്ളം വറ്റിപ്പോകും. അപ്പൊ 10 മിനിറ്റ് ടൈമർ ഞാൻ വെച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ 10 മിനിറ്റ് ടൈമർ വെക്കാൻ, അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കും. സോ ഒരു 20 മിനിറ്റിന്റെ ഗ്യാസ് ചെലവ് നമുക്ക് ഉണ്ടാവുന്നതാണ്. 20 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വെറുതെ അങ്ങോട്ട് അടച്ചു വെക്കാൻ. നോർമലി അവിടെ തന്നെ റൂം ടെമ്പറേച്ചർ വരെ ഇരുന്ന് അങ്ങോട്ട് തണുക്കും. കഴിഞ്ഞ ബാച്ച് ജസ്റ്റ് കുറച്ച് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഞാൻ കളയും. ബിക്കോസ് യു ക്യാൻ സീ ദ പതയസ് അത് വലിച്ചു തുടങ്ങി. അപ്പൊ ആ ബോട്ടിൽ നന്നായിട്ട് ഞാൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് പുതിയ ബാച്ച് എന്ന് വെച്ചാൽ ഒരാഴ്ച ഉള്ളത് ഞാൻ ഉണ്ടാക്കാറുള്ളൂ. കാരണം അതാണെന്നും കൂടെ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഈ ഒരു ടോണിക്ക് ഞാൻ ആഴ്ചയിൽ 3 ദിവസം എപ്പോഴാണോ ഹെയർ വാഷ് ചെയ്യണേ അപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ കണ്ടോ വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫുൾ ബോട്ടിൽ നിറച്ച് ഞാൻ ഒരാഴ്ച ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആ ഒരു റിസൾട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും കുറെ നാളത്തേക്ക് നമുക്ക് അങ്ങോട്ട് എന്താ പറയുക യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരാം, നിങ്ങൾ 10 ദിവസത്തേക്ക് വേണ്ടി ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചു. ഓക്കെ, 2 ആഴ്ച, ഓക്കെ മാക്സിമം 2 ആഴ്ച, അതിൽ കൂടുതൽ വേണ്ട. ഓക്കെ, എപ്പോഴും ഫ്രഷ് ബാച്ച് ഉണ്ടാക്കിയാൽ അത്രയും നല്ലോണം അതിന്റെ എന്താ പറയാ എഫക്റ്റീവ്നെസ് നിൽക്കും എന്ന് വെച്ചാൽ നല്ല ഒരു അതിൽ നിന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് അതല്ല വേണ്ടത്. സോ ഞാൻ കുളിക്കാൻ പോയില്ല. ആ സമയത്ത് തന്നെ ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ തണുപ്പാറണം, അല്ലെങ്കിൽ നമ്മുടെ ജലദോഷം നീർക്കെട്ടും കൊണ്ട് നടക്കേണ്ടി വരും. അപ്പൊ കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ തണുപ്പൊക്കെ എന്നിട്ട് നല്ല ക്ലീൻ ഫ്രഷ് ആയിട്ട് ഓൾറെഡി എന്താ പറയാ നനവൊക്കെ അനുഭവിച്ച് വന്ന സ്കാൽപ്പ് ആണല്ലോ. അപ്പൊ ഇതൊരു ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തന്നെ മുടി ഉണങ്ങണം. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ സ്കാൽപ്പും കൂടെ എന്താ പറയാ ഈ ഒരു ടോണിക്കിനെ അബ്സോർബ് ചെയ്തോളും. അത് അവിടെ ഇരുന്ന് കംപ്ലീറ്റ്ലി എന്താ പറയാ ഉണങ്ങിക്കോളും. എന്നിട്ട് മറക്കരുത്, ആവശ്യം കഴിയുമ്പോൾ ഇത് അപ്പം തന്നെ വീണ്ടും കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക, കൂടുതലും പുറത്ത് വെച്ച
എന്നും ഫ്രഷ് ബാച്ച് മാത്രം ഉണ്ടാക്കാൻ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ ഒരു ശീലമാണ് കുളിച്ച് വരുമ്പോ ഞാൻ കഴിച്ചിട്ട് റസ്നദി തൊട്ട് കൊടുക്കും, ഞാൻ മണത്തും കൊടുക്കും. യെസ്, വളരെ ടേസ്റ്റി ഡിലീഷ്യസ് സ്മെല്ലാണ്. ഐ ലൈക്ക്. പിന്നെ നമുക്ക് ഓയിൽ ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ലല്ലോ. പിന്നെ ലോ പോറസിറ്റിക്ക് ഈ ഓയിൽ ഭയങ്കര ഇഷ്ടവുമാണ്. ബിക്കോസ് ഇത് ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓയിൽ, എന്നാൽ നന്നായിട്ട് അവനവന്റെ കാര്യം ചെയ്യുകയും ചെയ്യും. സാധാരണ ഞാൻ കുളിച്ച് വന്ന ഉടനെ തന്നെ 2 to 3 ഡ്രോപ്സ് ഇതിന്റെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഓൺ ദ ഡാമ്പ് എന്ന് വെച്ചാൽ പതുക്കെ നനവുള്ള മുടിയിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യും അതിന് വേണ്ടിയിട്ട്. പക്ഷെ ചില സമയത്ത് കുളിച്ച് വരുമ്പോൾ തന്നെ ഞാൻ വിശന്ന് പണ്ടാറടങ്ങി ആദ്യം പോയി ഫുഡ് കഴിക്കും. അപ്പോഴത്തേക്കും മുടി എന്റെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടാവും. ബട്ട് എന്നാൽ പോലും പോസ്റ്റ് ഹെയർ വാഷ് 2 to 3 ഡ്രോപ്സ് ഹോഹോബ ഓയിൽ മിഡിൽ എൻഡ് ടു എൻഡ്സ് വരെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് അറിയാം, ഞാൻ എപ്പോഴും റൈറ്റ് സൈഡ് പാർട്ടീഷൻ ആണ് ചെയ്യണ ഹെയർ സ്റ്റൈൽ, അല്ലെങ്കിൽ ഓപ്പൺ ഹെയർ വെക്കുമ്പോൾ. പക്ഷെ എനിക്ക് അവിടെ നല്ല വോളിയം കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, കഴുകി വന്നതിന് ശേഷം പോസ്റ്റ് ഹെയർ വാഷിൽ മുടി ഉണങ്ങണ വരെ മാത്രം ഞാൻ ലെഫ്റ്റ് പാർട്ടീഷൻ ചെയ്യും. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ മുടിയൊക്കെ റൈറ്റിലോട്ട് പോകും. പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ റൈറ്റ് പാർട്ടീഷൻ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് നല്ല വോളിയം കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞുള്ളത് മനസ്സിലായി? യെസ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, ഈ ഉണങ്ങണ സമയത്തില്ലേ താഴത്തുനിന്ന് മുടി എടുത്തും കൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോകും. മനസ്സിലാണ്? താഴത്തിൽ ജസ്റ്റ് 2 സ്ട്രാൻഡ് അപ്പുറത്തും ഇപ്പുറത്തും എടുത്തിട്ട് ഈ ഒരു ഹാഫ് ബനാന ക്ലിപ്പ് അങ്ങോട്ട് വെക്കും. അപ്പൊ താഴത്തെ മുടിയൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് ഉണങ്ങും. അതിന് വേണ്ടിയിട്ട് എന്റെ നോർമൽ റൈറ്റ് പാർട്ടീഷൻ ചെയ്തപ്പോൾ ഒരു വോളിയം വന്നത് കണ്ട്. യെസ്, കുറച്ച് വിയർ ട്രിക്കാണ്, ഞാൻ കുറെ നാളായിട്ട് ചെയ്യാറുള്ളതാണ്, പക്ഷെ വർക്ക് ആവാറുണ്ട്. സോ നിങ്ങളും ട്രൈ ചെയ്യാട്ടെ, നല്ല വോളിയം കിട്ടും. ഓക്കെ, അപ്പൊ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണ് ഞാൻ കുളിക്കണ അന്നു ഞാൻ എന്റെ പില്ലോ കവർ ചേഞ്ച് ചെയ്യാറുണ്ട്. യെസ്, എനിക്ക് ഡേർട്ടി പില്ലോ കവറിൽ എന്റെ ഫ്രഷ് ഹെയർ കൊണ്ടുവെക്കണത് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ കുളിച്ച് വന്നിട്ട് ഞാൻ ആദ്യം ചെയ്യണ സംഭവം, യെസ്, ഫുഡ് കഴിക്കുക അതിന്റെ ഇടയ്ക്ക്. ബട്ട് അത് കഴിഞ്ഞ് ഞാൻ ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ പില്ലോ കവർ ചേഞ്ച് ചെയ്യാന്നുള്ളത്. പിന്നെ ഒരു കാര്യം അറിയാമോ ഗൈസ്, ഇപ്പൊ ഫുഡ് കഴിക്കണ സമയമല്ല, വേറൊരു ടൈമിലാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യണമെങ്കിൽ എനിക്ക് ചില സമയത്ത് ഉറക്കം വരാറുണ്ട്. വർക്കൊക്കെ കുറെ കഴിയുമ്പോഴേ അത് ചെയ്യാൻ ഞാൻ കുളി കഴിയുമ്പോൾ നല്ല ഉറക്കം വരികയും ചെയ്യും. അപ്പൊ ഉറങ്ങുകയും വേണം, പക്ഷേ നനഞ്ഞ മുടിയിൽ ഉറങ്ങാൻ പറ്റൂല. അപ്പൊ നല്ലൊരു കാര്യം എന്താണെന്ന് ചെയ്യാൻ, ഞാൻ എപ്പോഴും കമിഴ്നാട് കിടക്കണം, എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഇങ്ങനെ ഉറക്കം വരുവുള്ളൂ. അതുകൊണ്ട് അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ഹെഡ് ഡൗൺ ചെയ്ത് കിടക്കൂലേ ഗൈസ്, ഞാൻ കട്ടിൽമ തന്നെ ഹെഡ് ഡൗൺ ചെയ്ത് കിടക്കും. മെയിൻലി ഇങ്ങനെ ഹെയർ വാഷിംഗ് ആയിട്ടുള്ള ദിവസങ്ങളിട്ട്, അല്ലെങ്കിൽ സാധാരണ പില്ലോ കവർ ഡയറക്ട്ലി ഫേസിലോട്ടാണ് എന്നെ ടച്ച് ആണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും 2 to 3 ഡേയ്സ് കൂടുമ്പോൾ എന്തൊക്കെ പോയാലും പില്ലോ കവർ ചേഞ്ച് ചെയ്യാറുണ്ട്. അതും സാറ്റുവൽ മാത്രമേ മഹതിക്ക് പറ്റുള്ളൂ, കാരണം അത് തന്നെ നന്നായിട്ട് സ്കിന്നിനും ഹെയറിനും നല്ല ഫ്രണ്ട്ലി ആയിട്ടിരിക്കണത്. സോ യെസ്, അപ്പോൾ ഒരു 15 to 20 മിനിറ്റ്സ് സ്നാപ്പ് ആണെങ്കിൽ പോലും ഇല്ലേ, ഞാൻ ഒട്ടുമേ ഹെയറിലേക്ക് ആ ഒരു സ്ട്രെസ് കൊടുക്കാറില്ല. ഞാൻ അതിനെ സുഖമായിട്ട് അവിടെ അങ്ങോട്ട് അഴയിലിടണ പോലെ ഉണക്കാനായിട്ട് ഇടും. ഞാൻ ഹെഡ് ഡൗൺ ചെയ്ത് നാപ്പ് കൊടുക്കും. അറ്റ് ദിസ് പോയിന്റ് നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. യെസ്, ആൻഡ് അറ്റ്ലീസ്റ്റ് 15 hours വരെ ഞാൻ ചീപ്പ് തൊടാറില്ല. നോ, ഞാൻ മുടി ചീകാറേ ഇല്ല അതുവരെ. അതിനുശേഷം മാത്രമേ ഞാൻ വല്ല ഹെയർ സ്റ്റൈലൊക്കെ കെട്ടണമെങ്കിൽ കെട്ടാറുള്ളൂ. അതുവരെ ഞാൻ അഴിച്ചിട്ട് നടക്കൂല, ലൂസ് ബ്രെയ്ഡ് കെട്ടി നടക്കും. ഈ വീഡിയോയിൽ ഞാൻ വളരെ ബേസിക് ആൻഡ് എന്റെ മസിൽ മെമ്മറിയിൽ അടങ്ങിയിരിക്കണതായിട്ടുള്ള റെഗുലർലി ഞാൻ ചെയ്യാറുള്ള പോസ്റ്റ് ഹെയർ വാഷ് റൂട്ടീൻ ഞാൻ ഷെയർ ചെയ്തേക്കണം. പക്ഷെ ഇതല്ലാണ്ട് ഞാൻ വേറെ കുറെ എക്സ്ട്രാ കെയർ എന്റെ മുടിക്ക് കൊടുക്കാറുണ്ട്, അതിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ആയിട്ട് ഇരിക്കാനായിട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് അതും അറിയണമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്, ബിക്കോസ് അതിനകത്ത് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ള എപ്പിസോഡ്സ് പോയി കാണാം. എല്ലാ എപ്പിസോഡ്സിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഹെയർ കെയർ ഫോളോ ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേഗം തന്നെ കാണിച്ചു വെച്ചേക്കാൻ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പലി ഹോൾ. Bye bye.